ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓഫീസിൽ പോകുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ആക്ച്വലി എനിക്ക് തീരെ വയ്യ. ഞാൻ മിക്കതും ഓഫീസിൽ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്. അപ്പോൾ വയ്യാത്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെയായി ഞാൻ ഓഫീസിൽ പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. കാരണം തീരെ വയ്യാതെയായി. ഈ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ഇന്നലെ എനിക്ക് വയ്യാണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും കുഴപ്പമില്ല, റെഡി ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ സൺസ്ക്രീൻ. കാരണം അതിനൊരു ലൈറ്റ് വെയ്റ്റ് എഫക്റ്റും ആണ്, സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോവുകയും ചെയ്യും, നല്ലൊരു ടിന്നും തരും. ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന അടിപൊളിയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഐബ്രോസാണ് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചത്. എനിക്കത് ക്യാമറയുടെ മുന്നിൽ നിന്നും ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ. എനിക്കത് എന്താ പറയുക, കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് പോയി നിന്ന് ചെയ്താലേ എനിക്കത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്തു. എനിക്ക് ഈ ദിഗംബരൻ ലുക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഐബ്രോസ് തിക്നെസ് ഇല്ലാത്തതാണ്, ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ നല്ല തിക്നെസ്സിലാണ് ഫില്ല് ചെയ്യാറ്. അതിന് ശേഷം ഞാൻ ഐ ലാഷസ് മസ്കാര വെച്ചൊന്ന് കറക്റ്റ് ചെയ്തു. ഇത് മാർസിൻ്റെ 2-in-1 മസ്കാരയാണ് കേട്ടോ. ശരിക്കും ഈ ലിപ് ബാം മുന്നേ ചെയ്യേണ്ടതാണ്, ബട്ട് ഞാൻ മറന്നിട്ട് ലാസ്റ്റാണ് ചെയ്തത്. അപ്പോൾ ലിപ് ബാം ഇട്ടിട്ട് നമ്മളൊരു 5 minutes ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ലിപ് ബാമിൻ്റെ എഫക്റ്റ് ലിപ്പിലേക്ക് വരണ്ടേ, അതിന് ശേഷം വേണമല്ലോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ലിപ് ബാം ഇട്ടതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ 5 minute വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്തത് ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡസ്കി സ്കിൻ ടോൺസിന് ഇത് അടിപൊളിയാണ്. കാരണം നമ്മുടെ ഫേസൊക്കെ ഒന്ന് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റ് ആക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഫേസ് ബ്രൈറ്റ് ആക്കാനായിട്ട് ഈ ലിപ്സ്റ്റിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ, നേരത്തെ എൻ്റെ മുഖവും ഇപ്പോഴത്തെ മുഖവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ലേ, അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഞാൻ ഗാറ്റ്സ്ബിയുടെ ഒരു ഹെയർ ജെൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പൊന്തി നിൽക്കുന്ന ഹെയർസൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിക്ക് എന്താ പറയുക, നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗാറ്റ്സ്ബിയുടെ ഒരു ഹെയർ ജെൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ബാക്കിലത്തെ മുടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിടുന്നുണ്ട്. കാരണം അത് മര്യാദയ്ക്ക് കോംബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാവടി പോലെ നിൽക്കും. കണ്ടില്ലേ ഇപ്പം തന്നെ ഇത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ താഴെ ഞാനൊരു ജീൻസാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. ബട്ട് ഒരു കാര്യം മറന്നുപോയി, ഒരു സ്പ്രേ പെർഫ്യൂം അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെർഫ്യൂമും കൂടി അടിച്ച് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ. ബായ്.